പ്രൊഫസർ റോണി കെ ബേബി, ഈ കേസുമായി ബന്ധപ്പെട്ട IC ബാലകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എന്താണ് സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളതാണ് മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദത്തിനിടയിൽ മുഴുവനും നമ്മൾ കേട്ടത്. NM വിജയൻ അഴിമതിക്കാരനാണെന്നും മകനെ കൊലപ്പെടുത്തിയ കൊലപാതകിയാണ് എന്നുവരെ പറയുകയുണ്ടായി IC ബാലകൃഷ്ണൻ എന്നുള്ളതാണ്. അന്വേഷണ സംഘത്തിന് മുന്നിലും ഇതേ നിലപാട് തന്നെയാണോ സ്വീകരിക്കാൻ പോകുക? നമുക്കറിയാം, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അത് CPM-നെതിരെ ആണെങ്കിൽ കോൺഗ്രസ് അതിനെതിരെ വിമർശനം ഉണ്ടാവും. അതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം, ആത്യന്തികമായി അതിന്റെ അകത്ത് ഒരു ആ ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു നിയമവ്യവസ്ഥതയുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു, കൽപ്പറ്റ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അവിടെ 2 ദിവസത്തെ വാദമാണ് നടന്നത്. ഈ കോൺഗ്രസിന്റെ നേതാക്കൾ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ മുൻകൂർ ജാമ്യ ഹർജിയിൽ 1000 പേജ് വരുന്ന അന്വേഷണ ഡയറിയാണ് അവിടെ പോലീസ് ഹാജരാക്കിയത്. അത് സാധാ ലോക്കൽ പോലീസ് അല്ല അന്വേഷിച്ചത്. അവിടെ സുൽത്താൻ ബത്തേരി DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം, വിജിലൻസ് DYSPയുടെ നേതൃത്വത്തിൽ മറ്റൊരു അന്വേഷണം. ഈ 2 അന്വേഷണവും കൂടാതെ ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് 4 ദിവസം മുമ്പേ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മറ്റൊരു അന്വേഷണം. അപ്പോൾ പോലീസ് വളരെ ചടുലമായി ജാഗ്രതയോടെ അതിന്റെ മുഴുവൻ കേസിന്റെയും വിശദാംശങ്ങളിലേക്ക് കടന്ന് പോലീസ് ഒരു കേസ് ഡയറി 1000 പേജ് ഉള്ളത് തയ്യാറാക്കി. പ്രോസിക്യൂഷൻ അതിശക്തമായി കോടതിയിൽ വാദിച്ചു. പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം എന്തായിരുന്നു? 2 മാസം മുൻപ് ഇതിന് സമാനമായ ഒരു സംഭവം കണ്ണൂരുണ്ടായി. ADM നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ ആരോപണം ഉണ്ടായ PP ദിവ്യ അവര് മുൻകൂർ ഹർജി തലശ്ശേരി സെഷൻസ് കോടതിയിൽ കൊടുത്തപ്പോൾ ആ മുൻകൂർ ജാമ്യ ഹർജി അത് കോടതി തള്ളി. അതുപോലെയാണ് ഈ കേസും. ഇതും ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. അപ്പോൾ PP ദിവ്യയുടെ മുൻകൂർ ഹർജി തള്ളിയതിന് സമാനമായി ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള ജാമ്യ ഹർജിയും തള്ളണം എന്നാണ് ഇന്നലെ പ്രോസിക്യൂഷൻ 2 ദിവസം, ഒരു ദിവസമല്ല 2 ദിവസം അതിശക്തമായി വാദിച്ചു. പക്ഷെ കോടതി എന്ത് ചെയ്തു? ആ വാദങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കാതെ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുക. പക്ഷേ പ്രൊഫസർ നോക്കൂ, സാങ്കേതികമായി മുൻകൂർ ജാമ്യം എന്ന് പറയാമെങ്കിൽ പോലും അന്വേഷണ സംഘത്തിന്റെ ആവശ്യം എന്തായിരുന്നു? കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്നുള്ളതായിരുന്നു. അത് കോടതി അനുവദിച്ചിട്ടുണ്ട്. 3 ദിവസം ലിമിറ്റഡ് കസ്റ്റഡിയിൽ കോടതി വിട്ടിരിക്കുന്നു. നാളെ മുതലുള്ള 3 ദിവസം രാവിലെ 10 മണി മുതൽ 5 മണി വരെ സാങ്കേതികമായി IC ബാലകൃഷ്ണൻ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. അത് ഞാൻ പറഞ്ഞു, അത് ഏതൊരു അന്വേഷണം, കാരണം അത് എന്ന് പറയുന്നത് ഇവിടെ അന്വേഷണം നടത്തുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്വമാണല്ലോ. ഒരു കേസ് രജിസ്റ്റർ ചെയ്തു, ആ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കേസ് ശരിയോ തെറ്റോ എന്താണെങ്കിലും, ആ കുറ്റകൃത്യം നടന്നതാണോ ഇല്ലയോ എന്താണെങ്കിലും, ആ ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുക്കുക, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അവർക്ക് പറയാനുണ്ടോ എന്ന് അന്വേഷിക്കാതെ ഒരു സ്വാഭാവിക നടപടിയാണ്. അതായിരിക്കാം. പക്ഷേ മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ കോടതികൾ ഇങ്ങനെ ഈ ദിവസങ്ങളിൽ ഈ സമയം മുതൽ ഈ സമയം വരെ പൂർണ്ണമായും അന്വേഷണ സംഘത്തിന്റെ നിയന്ത്രണത്തിലാകണം എന്ന നിബന്ധന ഉൾപ്പെടെ വെക്കാറുണ്ടോ? അത് അപൂർവമല്ലേ? അങ്ങനെ നോക്കുമ്പോൾ എന്താണോ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത് അത് കോടതി അംഗീകരിച്ചിരിക്കുന്നു. പിന്നെ IC ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നിയമസഭാ സാമാജികൻ കൂടിയാണ്. അതിന്റെ പരിരക്ഷ സ്വാഭാവികമായും ലഭിക്കും. ഞാനും ആ ഉത്തരവ്, ബഹുമാനപ്പെട്ട ഈ പറഞ്ഞ കൽപ്പറ്റ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് ഞാനും കണ്ട ആളാണ്. അതിനകത്ത് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് IC ബാലകൃഷ്ണന്റെ സൗകര്യാർത്ഥം 25, 26 വരെയുള്ള തീയതികളിൽ നാളെ മുതൽ ഒരാഴ്ച സമയത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും IC ബാലകൃഷ്ണൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അവർ തമ്മിലൊരു ധാരണയുണ്ടാക്കി ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, മൊഴിയെടുക്കുക. അതൊരു സ്വാഭാവിക നടപടി മാത്രമാണ്. പക്ഷെ നമ്മളിവിടെ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് ഇവിടെ കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടുണ്ട്. ഞങ്ങൾ ആരെയും ഇതിൻ്റെ അകത്ത് ഞങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിയമത്തിന് വഴിയെ പോട്ടെ. ഈ രാജ്യത്ത് പരമോന്നത നീതിപീഠങ്ങളുണ്ട്. അവരാണ് ഒരു കേസിന്റെ മെരിറ്റും ഡീമെരിറ്റും തീരുമാനിക്കേണ്ടത്. ഇവിടെ കുറ്റകൃത്യം നടന്നിട്ട് ഞങ്ങൾ ആദ്യം എടുത്ത സ്റ്റാൻഡ് എന്താ? ഞങ്ങൾ ഈ വിഷയത്തില് ഞങ്ങൾ എടുത്ത സ്റ്റാൻഡ് എന്ന് പറയുന്നത് NM വിജയന്റെയും അദ്ദേഹത്തിന്റെ മകൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജിജേഷിന്റെയും മരണവുമായി ബന്ധപ്പെട്ട്, കാരണം ഇതിൻ്റെ അകത്ത് ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന ഡിസംബർ 25-ാം തീയതിയാണ് പ്രിയപ്പെട്ട NM വിജയൻ അദ്ദേഹം ആത്മഹത്യാ ശ്രമം നടത്തുന്നത്. 27-നാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം മരണപ്പെട്ട ഉടനെ ഇവിടെ പുറത്തു വന്നത് ഒരു കരാറാണ്. ആ കരാർ എന്ന് പറയുന്നത് ഈ 2 ആളുകൾ മാത്രമേ ആ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളൂ. ഒന്ന് NM വിജയനും, 2 പീറ്റർ എന്ന് പറയുന്ന വ്യക്തിയും. പക്ഷെ ആ കരാറിലെ ഒരു കാര്യമാണ് ഏറ്റവും സംശയാസ്പദം. ആ കരാറിൽ പറഞ്ഞെന്താണെന്നറിയോ? ഈ കരാറിന്റെ ഒറിജിനൽ കോപ്പി ഇത് 1ാം കക്ഷിയായിട്ടുള്ള പീറ്ററിന്റെ കൈവശം മാത്രം വയ്ക്കേണ്ടതാണ്.
ഇതിന് മറ്റു കോപ്പികളൊന്നും പാടില്ല, ഈ കോപ്പി ഇതിന് മറ്റൊരു കോപ്പി ആരുടെയും നൽകിയിട്ടുമില്ല. അപ്പോൾ തന്നെ അത് എന്തൊരു കരാറാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എത്രയോ കരാറുകൾ ഏർപ്പെടുന്നു. ഈ കരാറിൽ പേര് പറഞ്ഞിരിക്കുന്ന ഐസി ബാലകൃഷ്ണൻ പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു കരാർ അറിഞ്ഞിട്ടേ ഇല്ല. ഈ പീറ്റർ എന്ന് പറയുന്ന വ്യക്തി പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരി, പ്രൊഫസർ ഒ.കെ. ബേബി നോക്കൂ, ഈ സ്വാഭാവികമായിട്ടും വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിലേക്ക് നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ വരാം. എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പീറ്റർ എന്നുള്ള ഒരാൾ മാത്രമല്ലല്ലോ അതിന് പിന്നാലെ രംഗത്തെത്തിയത്. പീറ്റർ കരാർ പുറത്തുവിട്ടുവെങ്കിൽ മറ്റുള്ളവർ അത് മൊഴികളായി അല്ലെങ്കിൽ ബൈറ്റുകളായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തലുകളായി നടത്തുകയാണ് ഉണ്ടായത്.